എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ സോഷ്യൽ സയൻസ് പരീക്ഷയോടെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച, അതായത് 25-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 12:15 വരെ സോഷ്യൽ സയൻസ് പരീക്ഷയാണ്. അപ്പോൾ ആ ഒരു പരീക്ഷയോടുകൂടി ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ജീവശാസ്ത്രം പരീക്ഷയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ആ ഒരു പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടും, അതുപോലെ എഴുതിയതിനനുസരിച്ച് മാർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയി, അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലർക്കും ജയിക്കാനുള്ള മാർക്ക് കിട്ടില്ല എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെയൊന്നും ചിന്തിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഇപ്പോൾ കുറവ് മാർക്കാണ് ലഭിക്കുക എന്നുള്ളത് ചിന്തിക്കും. പക്ഷേങ്കിൽ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ സാധിക്കുമോ അത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരികയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ തോൽക്കുമോ എന്നുള്ള പേടിയൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം സോഷ്യൽ സയൻസിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു A+ നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 ദിവസമാണ് ഈ ഒരു സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടുള്ള അവസരം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നന്നായിട്ട് പഠിച്ച് ആ ഒരു അവസരം കൂടുതൽ പ്രയോജനപ്പെടുത്തുക. കാരണം ഈ ഒരു പരീക്ഷ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്, അതായത് ഈ ഒരു നിങ്ങൾ ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള ആ ഒരു പാഠഭാഗം, അതുപോലെ തന്നെ മേഘങ്ങളെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിളവെടുപ്പ് കാലങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാലങ്ങളെക്കുറിച്ച്, അതായത് റാബി ഇതുപോലുള്ള വിളവെടുപ്പ് കാലങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഭാഗം, അതുപോലെ ഭൂപടങ്ങളെക്കുറിച്ചുള്ള, അതായത് ഓരോ ഭൂപടങ്ങൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതും അതുപോലെ നിങ്ങൾ പ്രധാനമാണ് എന്ന് കരുതാത്ത ഭാഗങ്ങളും പഠിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ പ്രധാനമാണ്, ആ ഒരു പരീക്ഷയ്ക്ക് വരും എന്ന് കരുതി പഠിക്കുന്ന ഭാഗങ്ങൾ ചിലപ്പോൾ പരീക്ഷയിൽ ചില ഭാഗങ്ങൾ വരാം, പക്ഷേങ്കിൽ ചില സമയം നിങ്ങൾ വരില്ല എന്ന് കരുതിയ പാഠഭാഗങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കവർ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സൊക്കെ വായിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം വരാൻ സാധ്യത എന്നുള്ള ഒരു ചിന്തയുണ്ടാകും. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് 2 ദിവസമാണുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പഠിക്കാനായിട്ട് തുടങ്ങി കൂടുതൽ മാർക്ക് വായിക്കുന്ന തരത്തിൽ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ A+ കിട്ടുമോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷനൊന്നും യാതൊരുവിധ ആവശ്യമില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്ന തരത്തിൽ പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ പരീക്ഷ എഴുതി, അതായത് ഈ ഒരു പരീക്ഷ നേരത്തെ കഴിഞ്ഞ പരീക്ഷകളെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ആ ഒരു പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് അതിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, തീരെ ക്ലാസ്സിൽ പഠിക്കാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് മിനിമം ഒരു A ഗ്രേഡെങ്കിലും നേടാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യൽ സയൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉപഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഓരോ വ്യവസായങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ മേഘങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഭാഗങ്ങൾ, കാരണം മേഘങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങളിൽ നിന്നും, അതായത് അന്തരീക്ഷ പാളികളെ കുറിച്ചുള്ള ഭാഗങ്ങൾ, അപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കാതെ ഈ ഒരു പരീക്ഷ, സോഷ്യൽ സയൻസ് പരീക്ഷ നന്നായിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾ മാക്സിമം 80-ൽ നിങ്ങളൊരു 50 മാർക്കെങ്കിലും നേടാൻ സാധിക്കുന്ന തരത്തിൽ നിങ്ങൾ പഠിച്ചിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.